ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കുമായിരുന്നു. മടി പിടിക്കുകയെന്ന് വെച്ചാൽ മഞ്ഞൊക്കെ പെയ്ത് നല്ല തണുപ്പാണ്. 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ മഞ്ഞ് പെയ്തു. വന്നിട്ട് അത് പെട്ടെന്ന് കയറി മൈനസ് ആയപ്പോഴത്തേക്കും മഞ്ഞെല്ലാം കൂടി കട്ടയായിട്ട് പാടാണ്. റോഡിലെല്ലാം ഇങ്ങനെ വഴുതി കിടക്കുവാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്, കാരണം മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും വിചാരിച്ചു വെറുതെ ഇരിക്കേണ്ട, ഹെൽസിങ്കി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അവിടെ വന്നപ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്തൊക്കെയാണ്. അതായത് വിൻ്റർ ആകുമ്പോൾ ഇവിടെ ലൈറ്റ് സെറ്റിങ്സ് കൂടുതലായിട്ട് കാണാറുണ്ട്. എന്നിരുന്നാൽ തന്നെ പക്ഷേ ഒരു എക്സ്ട്രാ ആയിട്ട് അവർ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചത് എന്താ സംഭവം എനിക്കറിയത്തില്ല, എന്തായാലും ഒന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്ട്രീറ്റിലോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ രണ്ടുപേരൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞു അവർക്ക് അറിയില്ല, എന്നെ പാരയുടെ അങ്ങോട്ട് നടക്കുവാണെന്ന് പറഞ്ഞു. അപ്പം സൗണ്ടൊക്കെ കേട്ട് ഏകദേശം അതേപോലെയൊക്കെ തോന്നി, എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പം ഞാൻ വെച്ച് ഒന്ന് നടന്ന് മുന്നോട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്ന് ഒരാളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ ഇന്ന് ക്രിസ്മസിൻ്റെത് സെലിബ്രേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അത് ഉദ്ഘാടനമാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ലാപ്ലാൻഡിൽ നിന്ന് സാന്റാക്ലോസ് വന്നിട്ട് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ലാപ്ലാൻഡിലെ സാന്റാക്ലോസും ഇവിടുത്തെ മേയറും കൂടെ ചേർന്ന് നമ്മുടെ ഹെൽസിങ്കിയിലെ കത്തീഡ്രൽ ചർച്ച് വെച്ചാണ് ഇത് ഉദ്ഘാടനം. അതിനുശേഷം അവിടെ നിന്നൊരു വലിയ പരേഡുണ്ട്, നമുക്ക് സാന്റാക്ലോസിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഹെൽസിങ്കിൽ ഇത്രയൊരു റഷായിട്ടൊരു പീപ്പിൾസിനെ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കയറുമെന്ന് എനിക്കൊരു ഒത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ ചെറിയൊരു സ്ഥലമെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ ചെന്നൊക്കെ നോക്കി. ഒരു രക്ഷയില്ല, കാരണം കുട്ടികളും മുതിർന്നവരും എല്ലാം ഇങ്ങനെ നിൽക്കുവാണ്. എന്നാലും ഞാൻ വെച്ച ഇടയിൽ എങ്ങനെയെങ്കിലും ഞാൻ വലിഞ്ഞ് കയറി. അങ്ങനെ നമ്മുടെ സാന്ത കടന്നു വരികയാണ്. സാന്ത കൈയൊക്കെ കാണിച്ചത് പോകുന്നുണ്ട്. അങ്ങനെ സാന്തയും ടീമും നമ്മളെ പാസ് ചെയ്ത് പോയി. കുറച്ച് കൂട്ടർ സാന്തയുടെ കൂടെ അങ്ങ് പോയി. കുറച്ച് ആൾക്കാർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല, അത്രയ്ക്കും ആൾക്കൂട്ടമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നു, കാരണം എനിക്ക് ധൃതിയൊന്നുമില്ല, അതുകൊണ്ട് പതുക്കെ പോയാൽ മതി, റഷൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മാറി നിന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അലക്സാണ്ടർ കാത്തു എന്നതിൻ്റെ പേര്. ഇവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും കാത്തു എന്ന് പറയുന്ന ഒരു പേരിലാണ് ലാസ്റ്റ് വന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഈ അലക്സാണ്ടർ കാത്തൂല് വേറൊരു അത്ഭുതകരമായ കാഴ്ചയെന്ന് വെച്ചാൽ ഇതാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വേണ്ടി അവർ കാണാനായിട്ട് ക്രിസ്മസ് പ്രകാണിച്ചൊരു സ്ട്രീറ്റ് അലങ്കരിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ക്യൂ നിന്നാണ് ഇത് കാണുന്നത്, അത്രയ്ക്കൊരു റഷാണ് ഇത് കാണാൻ വേണ്ടി തന്നെ. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ, ഫ്രണ്ടിലെല്ലാം കുട്ടികൾ ഇങ്ങനെ കമന്ന് കിടക്കുവാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഇതൊരു കണ്ണാടിക്കകത്താണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. മൊത്തം ഒരു ഞാണന്മേൽ കളി എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് മുകളിലൊരു ഞാണിലാണ് ഇതിൻ്റെ മൊത്തവും വർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് നല്ല രീതിയിൽ അവരത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞ് സാൻഡ ഇരുന്ന് ചാരുകസലിരുന്ന് ഊഞ്ഞാലിടും, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്.
ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ നിൽപ്പുണ്ട്. അവരാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറുന്നതേ ഇല്ല. അവരുടെ പേരൻസ് ആണെങ്കിൽ ബാക്കിൽ നിന്ന് വിളിക്കുവാണ് പോകാം കഴിഞ്ഞു എന്ന്. പക്ഷെ അവർ വരുന്നില്ല. അവരിത് കാഴ്ച കണ്ട് ഇങ്ങനെ രസിച്ച് നിൽക്കുകയാണ്. തണുപ്പെന്ന് വെച്ചാൽ അതിഭയങ്കരമായ തണുപ്പാണ്. -5 ഇതിവരെങ്ങനെ ഈ കുട്ടികൾ പിടിച്ച് നിൽക്കുന്ന അറിയില്ല. ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കുട്ടികളും വലിയവരും മുതിർന്നവരെല്ലാം വന്ന് ഒരുപാട് നേരം നിന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.